ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധത്തിൽ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് കുറേയധികം സെലിബ്രിറ്റീസും എല്ലാവരും ഇന്ത്യയിൽ ഫുള്ളായിട്ട് ആ ഒരു സപ്പോർട്ട് വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം സെലിബ്രിറ്റീസ് വരെ സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മമ്മൂക്കയൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കാണ് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഈ ഒരു കുട്ടികൾക്കെതിരെ ഇതേ കണക്ക് പ്രവർത്തിക്കുന്നതൊന്നും ശരിയല്ല. അതും ലാത്തി വെച്ച് അടിച്ച് അവരുടെ ദേഹത്തു നിന്നൊക്കെ ചോര വന്ന് നമുക്ക് വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതേ കണക്ക് പേർളി മാണിയെടുത്ത് കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് പേർളി മാണിക്ക് കുറേയധികം കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പേർളി മാണി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ കുറേയധികം വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെയും ഈ പോലീസുകാരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുക, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എനിക്കത് കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം, നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ജീവന് വാല്യൂ കൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവൻ കൊടുത്തിട്ടല്ല ഇതുപോലെ ഒന്നും ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ പേർളി മാണി പങ്കുവച്ചതിന് പിന്നാലെയാണെങ്കിൽ കുറേയധികം നെഗറ്റീവ് അവരെ കമൻറ്റ് ബോക്സിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെന്താണ് പറയുന്നത്, അവരുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അപ്പോഴത്തേന് വീട്ടിൽ തിരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് എന്ത് തരം കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്? ഇതിനു മുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ അത് കണക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഈ സ്വാതന്ത്ര്യമൊന്നും കിട്ടത്തില്ല. നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആണ് ഞങ്ങളെല്ലാവരും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് അൺഫോളോ ചെയ്ത് വരെ പോയിട്ടുണ്ടായിരുന്നു. കുറേയധികം നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സും കാര്യങ്ങളും പേർളി മാണിക്ക് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു കമൻറ്റ് ബോക്സ് പേർളി മാണി ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും പേർളി മാണിക്കെതിരെ മറ്റു പോസ്റ്റിന് താഴെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു.